രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വെല്ലുവിളിയിൽ ഒരക്ഷരം മിണ്ടാനാവാതെ കുഴഞ്ഞു നിൽക്കുകയാണ് ബിജെപിയുടെ കേരളത്തിലെ കോട്ടയായ പാലക്കാട്ടെ ബിജെപി. തന്നെ പൂട്ടിക്കെട്ടാൻ ബിജെപി പല വഴികൾ നടത്തുന്നതിനിടയിലാണ് RSSന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടം രണ്ടിലൊന്ന് നടക്കുമെന്ന് പറഞ്ഞ് ബിജെപിയെ വെല്ലുവിളിക്കുന്നത്. കാര്യം, RSS മേധാവി ഹെഡ്ഗവാറിന്റെ പേര് ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസന കെട്ടിടത്തിലിടാൻ തീരുമാനിച്ച് അങ്ങനെയിട്ട തറക്കല്ലടക്കം പൊളിക്കുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം നടത്തിയ നീക്കം ഏറെ കോളിളക്കം സൃഷ്ടിച്ച് രാഹുലിനെ പൂട്ടാനായി മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കോട്ടയിൽ കയറി മാങ്കൂട്ടം ബിജെപിയെ വെല്ലുവിളിക്കുന്നത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഇവരോട് രാഷ്ട്രീയമായിട്ടൊരു മാർച്ച് നടത്താൻ, അന്തസ്സായിട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് മാർച്ച് നടത്താൻ പറ. എന്തിനാ ഈ ഡ്രാമ കാണിക്കുക? എന്തിനാ ഇങ്ങനെ ഓവറാക്കുന്നത്? ഭിന്നശേഷി വിദ്യാർത്ഥികളെ പറ്റി ഇവിടെ ആരെങ്കിലും ഒരു വാക്കെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? ഒരു വാക്കെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനൊരു വാക്കെങ്കിലും വേണ്ടുന്നത്? നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയമായി ഇപ്പോൾ MLAയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇവർക്ക് ഈ രാഷ്ട്രീയം പറയാനുള്ള അന്തസ് ഇവരെന്താ കാണിക്കാത്തത്? നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ എന്തിനാ ഈ മെലോ ഡ്രാമാസിലേക്ക് പോകുന്നത്? എന്തിനാ ഇങ്ങനെ ഓവറാക്കുന്നത്? എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ എതിരായി ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാമെങ്കിൽ അവർ പറയുന്ന പണി ഞാൻ ചെയ്യാം. BJPയിൽ ചേരുന്നത് ഒഴിച്ച് അത്ര അധമമായൊരു പണി അവരെന്നോട് പറയരുത്. ബാക്കി എന്ത് പണി പറഞ്ഞാലും ഞാൻ ചെയ്യാം. വെറുതെ ഒരു സമരം നടത്തുകയാണെങ്കിൽ അന്തസ്സായി സമരം നടത്തുക, പോവുക. അതാണല്ലോ എൻ്റെ ഒരു മര്യാദ. അതല്ലാതെ ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട്ടെ ജനതയുടെ ഇവർ പാലക്കാട്ടെ ജനതയുടെ പ്രബുദ്ധതയെ കുറേ കാലമായിട്ട് അളക്കുകയാണ്. ആ അളക്കുന്നതിനെല്ലാം നല്ല പലിശ സാധ്യത കിട്ടുന്നുണ്ടല്ലോ പാലക്കാട്ടെ ജനതയുടെ കയ്യിൽ നിന്ന് തന്നെ. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ വിഷയം സത്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും പൊതുസമൂഹത്തോടും ഈ നാടിനോടും തെറ്റ് ചെയ്തത് RSS ആണ്, BJP ആണ്. അങ്ങനൊരു സ്ഥാപനത്തിനൊരു CSR ഫണ്ട് കിട്ടുമ്പോൾ ആ സ്ഥാപനത്തിനകത്ത് കൊടുക്കുന്ന പേര്, ആ പേരിനെ ചൊല്ലി ഒരു തർക്കത്തിലേക്ക് പോകാൻ അവർ പാടുണ്ടോ? അപ്പോൾ ആ തർക്കം തുടങ്ങി അവരെ അപമാനിച്ചത്, ഈ നാടിനെ അപമാനിച്ചത്, പാലക്കാടിൻ്റെ മതേതര പാരമ്പര്യത്തെ അപമാനിച്ചിരിക്കുന്നത് BJP ആണ്. BJP ഈ നാടിനോട് എത്ര മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ നാട് BJPക്ക് മാപ്പ് കൊടുക്കില്ല. അത് ഇതിനോടൊക്കെ ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ്, വീണ്ടും തെളിയിക്കും. അത്രേ ഉള്ളൂ. BJP ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ്. നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അവർ മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയൊന്നും എനിക്കറിയില്ല. നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാടിനെ വിഭജിക്കുവാനുള്ള ഇവരുടെ എല്ലാത്തരം ശ്രമങ്ങളെയും സൂപ്പർ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള സമരപരിപാടികൾ, പ്രതിഷേധ പരിപാടികൾ, രാഷ്ട്രീയ പരിപാടികൾ, നിയമപരമായ പോരാട്ടമെല്ലാമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. തീർച്ചയായിട്ടും നമ്മളത് കോടതിയെ സമീപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിക്ക് ഞാൻ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു പോസിറ്റീവ് എന്താണ് പ്രതീക്ഷിക്കുന്നത്. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് BJPക്ക് രാഷ്ട്രീയം പറയാൻ അറിയില്ല. എപ്പോഴും മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയത്തിൻ്റെ ഒരു ഫോക്കസിനെ മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരോട് ഹനുമാൻ സ്വാമി ക്ഷമിക്കട്ടെ എന്നാണ് എനിക്ക് ആകെ പ്രാർത്ഥിക്കാനായിട്ടുള്ളത്. ഹനുമാൻ സ്വാമി അവരോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കാനായിട്ടും പ്രതികരിക്കാനായിട്ടുള്ളൂ. അതായത് ഇത്രയേറെ ദുരാരോപണം നേരിടുന്ന ഒരാൾക്ക് അയാൾ റിട്ടയർ ആയതിനു ശേഷം കൊടുക്കുന്ന പദവികൾ, ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ സർവീസ് കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ ചില പ്രിവിലേജുകൾ അവർക്കുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും സർക്കാരിന് ഇടപെടാൻ കഴിയും. പോസ്റ്റിങ്ങുകൾ കൊടുക്കുന്നതിനകത്തൊക്കെ സർക്കാരിന് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുമുണ്ട് സർക്കാരുകൾ. പക്ഷേ റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അയാളെ അതിനേക്കാൾ മെച്ചപ്പെട്ട എത്ര പദവികളിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു നിങ്ങളൊരു മാധ്യമത്തിൻ്റെ ഒരു റിപ്പോർട്ട് കേട്ടത്, ഏതാണ്ട് ഒരു വർഷം 17,000 കോടി രൂപ ക്രയവിക്രയം ചെയ്യേണ്ടുന്ന പല തസ്തികകളിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, സബ്ജക്ട് ടു കറക്ഷൻ. നിങ്ങളുടെ വാർത്തയുടെ അടിസ്ഥാനമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയേറെ സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾക്ക് കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് ഇത്രയേറെ പൊതുപണം ചിലവഴിക്കുന്ന പദവികൾ നൽകാമോ എന്ന് സർക്കാർ ആലോചിക്കണം. സർക്കാരിന് അദ്ദേഹത്തെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഈ സർക്കാരിൻ്റെ മുഖവാചകം എന്താണ്? തലവാചകം എന്ന് പറയുന്നത് തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിയമനങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നു.